അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം കൂടിയിട്ടാണ് ഇന്ന്. 16ാമത്തെ വയസ്സാണ്. ഏപ്രിൽ 22-നാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പിന്നെ അവനൊരു കേക്ക് മേടിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ടൗണിൽ വന്നിട്ടുള്ളത്. ഉപ്പുള്ളത് കൊണ്ട് ഉപ്പാൻ്റെ ഒപ്പം പോക്കാന്ന് എപ്പോഴും. പക്ഷെ ഇന്ന് ഉപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആങ്ങണ്ടോളെ വിളിച്ചു. ഓള് സ്കൂട്ടർ ഓടിക്കും. അപ്പം പിന്നെ രാവിലെ ഞാൻ ഓളെ വിളിച്ചു. പക്ഷേ പെട്ടെന്ന് വിളിച്ചായതുകൊണ്ട് ഓക്ക് കുട്ടികളെല്ലാം ഒരുക്കി വിട്ട് വരണ്ടേ. 3 കുട്ടികളുണ്ട്. അപ്പം അതിനെല്ലാം ഒരുക്കിയിട്ട് വീട്ടിൽ വന്നപ്പോൾ സമയം ഒരുപാടായി, 11:30 മണിയായി. അപ്പം ഞാനോളും കൂടി ടൗണിൽ പോയി കേക്ക് മേടിച്ചു. നേരെ പിന്നെ ഭയങ്കര ക്ഷീണം. അപ്പം നല്ല ചൂടുമാണ്, ചുട്ടുപൊള്ളുന്ന വെയിലാണ്, മേലൊട്ടാകെ പൊള്ളയാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ, അത്രപടി ചൂടാണ്. ഞാനും എൻ്റെ ആങ്ങണ്ടോളും കൂടിയിട്ട് ഒരു ജ്യൂസ് കുടിച്ചു, മൂസമ്പി ജ്യൂസ്. ക്ഷീണമൊക്കെ മാറട്ടെ. പിന്നെ നല്ല ദാഹം ഉണ്ടേനി. അപ്പോൾ നേരെ ഇനി ചിക്കൻ മേടിക്കാനുണ്ട്. ഇനി എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം മന്തിയോടാണ്. അപ്പോൾ പിന്നെ മന്തീൻ്റെ അരി മേടിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ പൂള, ചോളം, പിന്നെ കപ്പക്കേങ്ങ് എന്നെല്ലാം പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാൻ എനിക്കറിയില്ല. കണ്ണൂർ പറയാൻ എനിക്ക് ബത്താസ്താണ് കപ്പക്കേങ്ങിനെ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മേടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് കാണുമ്പോൾ മേടിച്ച് പോകും. നമ്മളാകെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അരിക്കും പിന്നെ കേക്കും ചിക്കനും കൂടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. അപ്പം പിന്നെ അതും മേടിച്ചിട്ട് നേരെ ഞാനിതാ ചിക്കൻ്റെ കടയിൽ പോയി. നല്ല തിരക്കാണ് ചിക്കൻ്റെ കടയിൽ. പിന്നെ ഫസ്റ്റ് വന്നവർക്കല്ലേ അവർ ഫസ്റ്റ് കൊടുക്കുള്ളൂ. കുറച്ച് സമയം അവിടെ നിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഇനി ഒരു 5-6 പേരുണ്ട് ഇനി ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് എടുത്തു ചിക്കൻ തരാൻ വേണ്ടി. അപ്പോൾ അതും മേടിച്ച് നേരെ പിന്നെ പോകുന്നത് പെട്രോൾ പമ്പിലേക്കാണ്. അങ്ങനെ ആയിക്കര പെട്രോൾ പമ്പിൽ കയറി പെട്രോളും അടിച്ച് നേരെ പിന്നെ പോകുന്നത് നേർച്ചാൽ റിയൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടത്തേക്കാണ്. അവിടെ പോകുന്നത് ഞാനൊരു അരി മേടിക്കാൻ മാത്രമാണ് കേട്ടോ. മന്തീൻ്റെ അരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മന്തി. അപ്പോൾ പിന്നെ മന്തീൻ്റെ അരി ഒരു ക്യാപ്സിക്കം മേടിക്കാൻ വേണ്ടി മാത്രമേ ഞാനിവിടെ കയറിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞാലും ഓരോന്നും മേടിച്ച് പോകും. അരിക്കായിട്ട് എങ്ങനെ പോവാ. അപ്പോൾ പിന്നെ പച്ചക്കറി മേടിച്ചു. അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. ഈ ചൂട് സമയമല്ലേ, കുട്ടികൾക്ക് എന്തായാലും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി കൊടുക്കാം. പിന്നെ എന്തായാലും രാത്രി വൈകുന്നേരം ഫ്രൂട്ട്സ് കൊണ്ടുവരാണ്ട് നിൽക്കില്ല. കുട്ടികൾക്ക് മസ്റ്റായിട്ട് ഫ്രൂട്ട്സ് കൊടുക്കും. അവർ പറയും ഭക്ഷണത്തിനെക്കാട്ടി നല്ലത് ഫ്രൂട്ട്സ് കഴിക്കലാണ്, ഭക്ഷണം വളരെ കുറച്ചിട്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കണം എന്നെല്ലാം പറയും. അപ്പോൾ ദിവസം ഡെയിലി എന്തെങ്കിലുമായിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുതരാണ്ട് നിൽക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി, പിന്നെ അതേപോലെ മാങ്ങ, പിന്നെ കുരുവില്ലാത്ത മുന്തിരി നേർക്ക പോലത്തെ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ മേടിച്ച് തന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത് കേട്ടോ. മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മാങ്ങയുണ്ട്, നല്ല സീർ പോലത്തെ മാങ്ങയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചു. സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കുറേ സാധനമൊക്കെ ആയി. 1-2 സാധനം മേടിക്കാനാണ് ഞാനിവിടെ കയറിയിട്ടുള്ളത്. പക്ഷേ കുറേ സാധനമൊക്കെ ആയി. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ പിന്നെ വീട്ടിലേക്കാണ് പോകുന്നത്. നല്ല ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ 1:30 മണിയായിട്ടുണ്ട് വീട്ടിലെത്താൻ വേണ്ടി. ഞാൻ പോയിട്ട് വേണം അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് നല്ല വിശക്കുന്നുണ്ടാവും. ആങ്ങളുടെ മക്കളുണ്ട്, പിന്നെ പെങ്ങളെ 2 മക്കളും വന്നിട്ടുണ്ടേനി. അപ്പോൾ പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി. പെങ്ങളെ മക്കളും ഉണ്ട്, അങ്ങോട്ട് മക്കളും ഉണ്ട് അവിടെ. അപ്പോൾ എന്നെയും കാത്ത് നിൽക്കുകയെന്ന് വിശക്കുന്നുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് മന്തി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അടുക്കളയിൽ കയറി. മന്തിയൊക്കെ അരിയിലിട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി വന്നിട്ട് വേണം ഇനി കുട്ടിയൊക്കെ വേഗം വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മന്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ കുറച്ച് എരിവ് കൂടിപ്പോയി, അത്രേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ വിളമ്പി കൊടുത്തു. 4 മണി ആവാറായിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ. അപ്പോൾ 4:30 മണിയായപ്പോൾ ആങ്ങണ്ടോളും മക്കളെയും കൂട്ടി പോയി മദ്രസ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ 5 മണിയായപ്പോൾ പെങ്ങളെ മക്കൾ പോകാൻ ഇറങ്ങി. അപ്പം പിന്നെ ഞാൻ കേക്ക് മുറിക്കട്ടെ എന്ന് വിചാരിച്ച്. ഓന് വീഡിയോയിൽ നിൽക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. എൻ്റെ മോന് ഒരു ഫോട്ടോയിലും നോക്കില്ല, വീഡിയോയിലും നോക്കില്ല, ഭയങ്കര പാടാ രണ്ടിലും നിൽക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുന്നതിന് വീഡിയോ എടുക്കണം എന്ന് അവനോട് പറഞ്ഞു. നിൽക്കുന്നേ ഇല്ല ഒരു കളി കളിച്ചിട്ട്. അവൻ്റെ മുഖം കാണിക്കാൻ പാടില്ല. അപ്പോൾ കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞ് അതിനുശേഷം വൈകിട്ട് നമ്മളൊരു കോക്ടെയിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു കഫയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ജ്യൂസ് കുടിച്ചു. പക്ഷേ അത്ര വലിയ ടേസ്റ്റ് കിട്ടിയില്ല. സാധാരണ ഞാനൊരു വേറൊരു ജ്യൂസ് കടയിലാണ് കയറാറ്. കോക്ടെയിൽ ജ്യൂസ് കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പക്ഷേ ഇതത്ര നമുക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. എങ്ങനെയല്ലോ കുടിച്ച് തീർത്തു എന്ന് വേണം പറയാനേ. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എൻ്റെ മോള് പറഞ്ഞു കോൺ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി മേടിച്ചു കഴിച്ചു. അതിനുശേഷം പിന്നെ നേരെ വീട്ടിലേക്ക് പോകേന്ന്. ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.